നമ്മളെപ്പോഴും ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. ന്യൂസ് ഇന്ത്യ മലയാളം പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. അതായത് ഈ ബംഗ്ലാദേശ് അതിർത്തി ഇന്ത്യ എങ്ങനെയാണ് അടയ്ക്കുന്നത്? കാരണം ഇത് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ടെറൈൻ അല്ല. കുറേ ഭാഗം ഫോറസ്റ്റ് ആണ്, കുറേ ഭാഗം മലകളാണ്, കുറേ ഭാഗം കുന്നുകളാണ്. അടയ്ക്കാവുന്ന അത്രയും നമ്മൾ അടച്ചു കഴിഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഈ ബംഗ്ലാദേശ് അതിർത്തി അടയ്ക്കുക? ബംഗ്ലാദേശ് അതിർത്തി അടയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാനി ഭീകരവാദികൾ വരുന്നുണ്ട്, ഉൾഫ തീവ്രവാദികൾ വരുന്നുണ്ട്, ഗസ്വായി ഹിന്ദ് എന്ന് പറയുന്ന തീവ്രവാദികൾ വരുന്നുണ്ട്. ഇങ്ങനെ പല ഭീകരവാദ സംഘടനകൾ അവിടെ നിന്ന് ചാടി വരുന്നുണ്ട്, കുടിയേറ്റക്കാർ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ വളരെയധികം തുലാസിലാകുന്ന കാഴ്ച നമുക്ക് കാണാനായി സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ അതിനൊരു മാസ്റ്റർ പ്ലാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇനി ബംഗ്ലാദേശ് അതിർത്തി നമ്മൾ അടയ്ക്കാൻ പോകുന്നത്? ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി BSF ഒരു സവിശേഷവും പുതിയതുമായിട്ടുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നദികളും ചെളിയും കാരണം പശ്ചിമ ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. ഞാൻ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിലാണ് ഈ പ്രശ്നം ഏറ്റവും അധികം ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നദിയും ചെളിയുമാണ്. ഇപ്പോൾ ഈ തടസ്സം മറികടക്കാൻ, അതിർത്തി സുരക്ഷിതമാക്കാൻ പാമ്പുകളെയും മുതലകളെയും ഉപയോഗിക്കാനുള്ള പദ്ധതിയാണ് BSF മുന്നിലേക്ക് വയ്ക്കുന്നത്. അതായത് നദികളിൽ മുതലകളെയും വിഷപ്പാമ്പുകളെയും ഇറക്കി വിടുക. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറ്റക്കാർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മുതല പിടിച്ച് തിന്നോട്ടെ, അല്ലെങ്കിൽ പാമ്പ് കൊത്തി ചത്തോട്ടെ എന്നുള്ളതാണ് നമ്മുടെ രാജ്യം മുന്നിലേക്ക് വയ്ക്കുന്ന, നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന ശക്തമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ബംഗ്ലാദേശ് ഏകദേശം 5000 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നു. വെല്ലുവിളി നിറഞ്ഞ ഈ പ്രദേശങ്ങളിൽ ചിലത് വേലികെട്ടാൻ അസാധ്യമാണ്. അതിനാൽ അത്തരം പ്രദേശങ്ങളിൽ വിഷപ്പാമ്പുകളെയും തേളുകളെയും മുതലുകളെയും സൂക്ഷിക്കാനുള്ള പദ്ധതി BSF പരിഗണിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഒഴുകുന്ന ഫാനി, ഇച്ഛാമതി, ഗംഗ, പത്മ, മുഹൂരി തുടങ്ങിയ നദികൾ നുഴഞ്ഞുകയറ്റത്തിന് സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം 180 കിലോമീറ്റർ പ്രദേശം നദികളും ചെളിയും നിറഞ്ഞതിനാൽ ഈ മാസ്റ്റർ പ്ലാൻ അവിടെയാണ് പരിഗണിക്കപ്പെടുന്നത്. ഇനി ബംഗ്ലാദേശിൽ നിന്നുള്ളവർ പശ്ചിമ ബംഗാൾ വഴി കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മുതല പിടിച്ചു തിന്നും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ പദ്ധതി വലിയ കയ്യടിയാണ് നമ്മുടെ നാട്ടിൽ നേടുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ന്യൂസ് ഡെസ്ക്.